ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളുടെ 7th ഡേ ആണ് ഇന്ന്. ഈദും കൂടിയാണ്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ നമ്മളിന്ന് പോന്നിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റാണ്. ഇന്ന് അധികം നേരമൊന്നും ചുറ്റാനൊന്നും പറ്റില്ല, കാരണം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് വിടണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സെൻട്രൽ മാർക്കറ്റ്, ഈ സെൻട്രൽ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായിലെ സൂക്കൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു ഫീലാണ്. അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് സൂക്കിൽ ഉള്ള പോലെ തന്നെ, അതായത് നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുമല്ല കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് മലേഷ്യൻ സാധനങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. നമ്മൾ ചൈന മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇട്ട് വിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതുപോലെയാണ്. കുറച്ച് ക്വാളിറ്റി കുറവാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് വെറൈറ്റീസ് ഉണ്ട്, നല്ല ക്വാളിറ്റി തോന്നുന്ന സാധനങ്ങളാണ്. ക്വാളിറ്റിയുടെ കാര്യം അറിയില്ല. പിന്നെ എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും, അതായത് ഇപ്പോൾ നമുക്കറിയാലോ മലേഷ്യൻ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് ഇപ്പോൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ മലേഷ്യൻ, അതായത് മലേഷ്യ എന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മലേഷ്യൻ ഡ്രസ്സുകളൊക്കെ പ്രതീക്ഷിക്കുക. അങ്ങനത്തെയൊക്കെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ കുറേ അവരുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. നമുക്ക് തോന്നുന്നു അത്ര അട്രാക്റ്റീവ് അല്ല അത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കുറച്ചും കൂടെ അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് മാഗ്നറ്റും കീ ചെയിനൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം നമുക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ എന്നുള്ള രീതിയിൽ. മലേഷ്യ സിംഗപ്പൂറൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ പിന്നെ മലേഷ്യൻ കറൻസി, മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറയുന്നത് ഡോളറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചീപ്പറാണ്. കുറച്ചും കൂടെ എന്നല്ല, ഇന്ത്യൻ കറൻസീനെ വെച്ച് നോക്കുമ്പോൾ 17 or 18 റുപ്പീസാണ് ഒരു മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറയുമ്പോൾ. ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 63 ആണ് ഒരു ഇന്ത്യൻ റുപ്പി. സിംഗപ്പൂർ ഡോളേഴ്സ് എന്ന് പറയുന്നത് 63 റുപ്പീസാണ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ സിംഗപ്പൂർ പർച്ചേസ് ചെയ്യാതെ നമ്മൾ മലേഷ്യയിൽ വന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണത്. അപ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കുറേ ബാഗ്സും വെറൈറ്റി കുറേ അവരുടെ കുറേ എന്താ പറയുക ത്രെഡുകൾ വെച്ചിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നു തമിഴ് ആൾക്കാരെയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ പറയണത് തമിഴന്മാരുടെ എന്താ പറയുക ദുബായ്, ഗൾഫ് അങ്ങനെയൊക്കെയാണ്. അതായത് മലയാളികൾ വളരെ കുറവാണ്, തമിഴ് പീപ്പിളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇത് ഒരു കോക്കനട്ടിൻ്റെ ഷെല്ലുകൊണ്ടും കോക്കനട്ട് ട്രീയുടെ പല ഇതുകളുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ ഇത് ശ്രീലങ്കനാണ്, തമിഴ് അല്ല. എനിക്ക് തോന്നുന്നു തമിഴ് ശ്രീലങ്കൻസും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ ഹോട്ടലിൽ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ ഇന്ന് ഭയങ്കര എന്താ പറയുക വേറൊരു ലുക്കിലാണ്. കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈദിൻ്റെ സ്പെഷ്യൽ അവർ ട്രഡീഷണൽ ഡ്രസ്സുകളുമാണ് അവർ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ടാക്സിയിൽ മലേഷ്യൻ എയർപോർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 1.5 അല്ല 2 hours ഉണ്ട്. കാരണം കോലാലംപൂർ സിറ്റിയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഒരു എൻഡിലാണ് നമ്മളുടെ എയർപോർട്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾക്കൊരു 2 hours മാക്സിമം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി എയർപോർട്ടിൽ കയറി. എയർപോർട്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ്, ചെറിയ എയർപോർട്ടാണ്. അകത്തേക്ക് കുഴപ്പമില്ല, പക്ഷേ ആ ഒരു ലഗേജ് കൊടുക്കണ ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. പക്ഷേ അകത്ത് ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക നന്നായിരുന്നു. പിന്നെ നമ്മളുടെ മലേഷ്യൻ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ്, അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ദുബായിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണതല്ലാതെ ഉള്ള കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഡ്യൂട്ടി ഫ്രീയിൽ കുട്ടികളെ പറ്റിക്കാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു. അങ്ങനെ നമ്മളുടെ 8 night 7 day ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളുടെ കൊച്ചിയിലേക്ക് വരികയാണ്, നമ്മളുടെ തൃശ്ശൂർക്ക് വരികയാണ്. കുറച്ച് ദിവസത്തിന് നമ്മൾ പോയതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എനിക്ക് തോന്നിയത് നമ്മളുടെ ടെഡീനെയും മില്ലിനെയും പിന്നെ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളെയും അങ്ങനെയൊക്കെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ മനുഷ്യന്മാരെക്കാളും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു പുലർച്ചെ ഒരു 3 മണി ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്തത് ഇനി ഗാർഡൻ വീഡിയോസായിട്ട് തിരിച്ചു വരാം. ഓക്കെ, നന്ദി, നമസ്കാരം.